ഓം ഗണപതയേ നമ. മകയിര നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പരിഹാരങ്ങളും. മാനിന്റെ കണ്ണും ചൊവ്വയുടെ മനസ്സുമായ മകയിര നക്ഷത്രം ഇരട്ട നക്ഷത്രമാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണും ചുറ്റുമുള്ള നിരീക്ഷണവും. മാനിന്റെ നിഷ്കളങ്ക ശാന്തത അനുഭവപ്പെടാത്തത് നക്ഷത്രനാഥനായ ചൊവ്വയുടെ ഉജ്ജ്വല സ്വഭാവത്താലാണ്. ദേവത ചന്ദ്രനും ഗണം ദൈവവുമാണ്. ബാല്യകാലത്തിൽ കഷ്ടപ്പാടുകളും സാങ്കല്പിക ലോകം കാണുന്നവരുമാകുന്നു. ഇവർക്ക് സഹോദരന്മാരെ കൊണ്ട് വലിയ പ്രയോജനം ഇല്ല. മോശം സുഹൃത്തുക്കളുടെ വലയിൽപ്പെട്ടാൽ ജീവിതം കഷ്ടത്തിലാകും. എന്നാലും അതിൽ നിന്നും രക്ഷപ്പെടും. മാതാവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും. മകയിരം ഭാഗ്യവതികളും. ഇവർ ഒരിടത്തും ഉറച്ചു നിൽക്കാറില്ല. ചുറ്റും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഗവേഷകരെ പോലെ എന്തോ കണ്ടെത്താനെന്ന ഗവേഷണ ബുദ്ധി ഇവരിൽ കൂടുതലായി കാണാം. പുറമേ കാണുന്ന ശാന്തതയല്ല ഇവരുടെ ഉള്ളിലുള്ളത്. പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. കുടുംബാംഗങ്ങളോട് സ്നേഹവും കരുതലും ഉള്ളവരുമാണ്. പിതാവ് വഴിയുള്ള പൂർവിക സ്വത്തുക്കളിൽ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാകാം. തീരുമാനങ്ങൾ എടുക്കാൻ ആശയക്കുഴപ്പങ്ങളുള്ളവരും അകാരണ ഭയവും സംശയവും ഉണ്ടാകാം. പിതാവുമായി ആശയപരമായ പ്രശ്നം ഉണ്ടാകാം. ദാമ്പത്യത്തിൽ ആത്മാർത്ഥ സ്നേഹമുള്ളവരും. നക്ഷത്രങ്ങളിൽ 5ാമത്തെ നക്ഷത്രമായ മൃഗശീർഷമായ ഈ നക്ഷത്രക്കാർ കഴുത്തിന് മുകളിലും വാരിയെല്ല് തുടങ്ങിയ ഭാഗത്തും രോഗം വരാം. ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് വളരെ നന്മകളും. നിർണായക തീരുമാനങ്ങൾ സ്വയം എടുക്കാതെ വിശ്വസ്തരുമായി പലതവണ ആലോചിച്ചു തീരുമാനം എടുക്കുക. നിഷ്കളങ്കരും ആരെയും ഉപദ്രവിക്കാത്തവരുമായ ഇവർ കൂട്ടു ബിസിനസ്സിൽ ഒരിക്കലും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 32 വയസ്സ് മുതൽ ഇവർക്ക് ഉയർച്ചയും സ്വന്തം പ്രയത്നത്താൽ ഉന്നതിയിൽ എത്തുന്നവരും അഭിമാനികളുമാണ്. മിഥുനക്കൂറിൽ 3ാം പാദത്തിൽ ജനിച്ചവർ എപ്പോഴും പ്രസന്നഭാവവും. അന്യനാട്ടിൽ ജീവിക്കുന്നവരും. നല്ല ഭക്ഷണം, വിദ്യ, ജ്യോതിഷം, ബിസിനസ് ഇവർക്ക് ചേരുന്നതുമാകുന്നു. 4ാം പാദം അയൽക്കാരുമായി ചേർച്ചയില്ലായ്മ, തൻ്റെ ഇടം, വാശി. പൊതുവെ ഇവർക്കൊക്കെ സൽസന്താനങ്ങളായിരിക്കും ഉണ്ടാവുക. ശാന്തിയും സമാധാനവുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും. മദ്യപാനികളുമായും മോശം കൂട്ടുകെട്ടുകളിലും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ വീണ് കഴിഞ്ഞാൽ ഇവർ സ്വയം രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. പെട്ടെന്നുള്ള കോപം പല തടസ്സങ്ങളും ഉണ്ടാക്കാം. പ്രാണായാമം ശീലിക്കുക. യാത്രകൾ, സംഗീതം, കലകളിൽ താല്പര്യവും ഉള്ളവരാണ്. ഇടവക്കൂറുകാർ വിദ്യാഭ്യാസം, കല, സംഗീതം തുടങ്ങിയവയിൽ താല്പര്യമുള്ളവരുമാണ്. പൊതുവെ മകയിര നക്ഷത്രക്കാർക്ക് ജ്യോതിഷം, ബാങ്കിങ്, ടീച്ചിങ്, രാഷ്ട്രീയം, വനം വകുപ്പ് തുടങ്ങിയവ ഇവർക്ക് അനുയോജ്യമായ ജോലികളാണ്. ഇവരുടെ വേദനക്ഷത്രം ചിത്തിരയും അവിട്ടവുമാകുന്നു. മകയിരത്തിന് പുണർതം, ആയില്യം, പൂരം, ലഗ്നാൽ 108ാം പാദം തുടങ്ങിയവരുമായി ശുഭകാര്യങ്ങൾക്ക് വർജ്യമാകുന്നു. സർവകാര്യങ്ങൾക്കും ഉത്തമമായ നക്ഷത്രമാകുന്നു മകയിരം. മകയിര നക്ഷത്രക്കാരിൽ പൊതുവെ ഏറെ പേരും അവരെ സ്നേഹിക്കുന്നില്ല, ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. ദോഷശാന്തിക്കായി ചുമന്ന പവിഴം ധരിക്കുക. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിയെയും നരസിംഹസ്വാമിയെയും ഭജിക്കുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാകുന്നു.